ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പുതിയ ഗെയിം കളിക്കാൻ പോകുന്നത് കാർ ഫോർ സെയിൽ കാർ ഡീലർഷിപ്പ് സിമുലേറ്ററാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ടെസ്ല ഉണ്ട്. ടെസ്ല നമ്മൾ റേസിങ്ങിനൊക്കെ ഉപയോഗിക്കണതാണ്. പിന്നെ ഫോർഡ് ഉണ്ട്, മസ്റ്റാങ് ഉണ്ട്. നമ്മൾ വെറുതെ ഇതിൽ ഇങ്ങനെ ഇട്ടതാണ് ഹാൻഡിൽ പോകാൻ. ഇതിനൊക്കെ നമ്മളായിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിരിക്കണേ ടെസ്ലയായിട്ട്. നമ്മൾ നേരെ ഇങ്ങോട്ട് റേസിംഗ് ഷോപ്പിനാണ്ട് പോണ്. റേസിംഗ് ഷോപ്പ് മാറി നെയ്ബറിൻ്റെ അടുത്തെത്തി. പക്ഷെ നമ്മളൊന്ന് തിരിച്ചിട്ട് നമുക്ക് നേരെ റേസിങ്ങിൻ്റെ അടുത്ത് പോയേക്കാം. റേസിങ്ങിൻ്റെ അടുത്ത് പോയി അവിടെ റേസ് ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് വരാം. ഒന്ന് റേസിങ്ങിൻ്റെ ഇതിൽ കൊണ്ടുപോയിട്ട് വെക്കാം. അല്ലോ അപ്പോഴത്തേനൊന്ന് തട്ടി. അത് ചെയ്യാൻ ചെയ്യാം. എന്നാലൊന്നും പാടെ ഒന്ന് പോയിട്ടേക്കാം. നമുക്ക് 2-3 റേസ് കളിക്കാനുള്ളതാണ്. നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇത് ആദ്യമായിട്ടാണ് ഈ വണ്ടി റേസിങ്ങിന് കൊണ്ടുവരുന്നത്. സ്പീഡായതുകൊണ്ടാണ് ഈ വണ്ടി വാങ്ങിയത്. ഈ ടെസ്ല EV ആയതുകൊണ്ട് ഇതിൽ കളിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വേറെ വണ്ടിയിൽ വെച്ചപ്പോൾ അതന്നെ പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് വേറെ വണ്ടി എടുത്തിട്ട് വരാം, ഡീലർഷിപ്പ് പോയിട്ട്. അപ്പോൾ നേരെ ഡീലർഷിപ്പ് ഒന്ന് പോയേക്കാം. ഡീലർഷിപ്പ് പോവാണ്. വണ്ടി തട്ടിന് നല്ല പൈസ ആയിട്ടുണ്ടാവും. നേരെ ഡീലർഷിപ്പ് പോയി നിർത്തിയേക്കാം. ഡീലർഷിപ്പ് അല്ലേ, സോറി, മാറിപ്പോയതാ. നേരെ റിപ്പയറിങ്. ഒന്നും പാട് തട്ടി. ഇതായിട്ട് റിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവരാം. റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം 2165 രൂപയായി. നമുക്കപ്പോൾ നേരെ പോയിട്ട് മറ്റേ ലംബോർഗിനിയായിട്ട് പോവാം. ലംബോർഗിനിയായിട്ട് പോവാം. ലംബോർഗിനിയായിട്ട് നേരെ നമുക്ക് റേസിങ്ങിനാണ്ട് പോയേക്കാം. അതൊക്കെ തട്ടി ഗൈസ്, മസ്താങ്കുമ്പോൾ തട്ടി. മറ്റേ കാർ റിപ്പയർ ആയിക്കണമെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. നമുക്കൊന്ന് റേസിങ്ങിൻ്റെ അവിടെ ഒന്ന് പോയി വരാം. റേസിങ്ങിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഒന്ന് കയറി വെക്കാം. റേസിങ്ങിൻ്റെ അവിടെ ഇതിനെന്തെങ്കിലും പറ്റുമോ ഈ കാലം നമുക്ക് നോക്കാം. നമുക്ക് ഈ വണ്ടിയായിട്ടൊന്ന് ആക്കി വെക്കാം. ഈ വണ്ടിനായിട്ട് റേസ് വെച്ചേക്കാം. 2200 രൂപ വെറ്റ്. 1100 നമ്മൾ കൊടുക്കേണ്ടി വരും. ടോട്ടൽ 2200 കിട്ടും. നമുക്ക് റേസ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ബ്ലൂ കളറിൻ്റെ അവിടെ എത്തുമ്പോഴാണ് നമ്മളിങ്ങനെ ഗിയർ മാറ്റേണ്ടത്. എൻ്റെ ഇപ്പോൾ കുളയിക്കണേ, നമ്മൾ റെഡിയായി വരും. അങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ ഓരോ മുമ്പിലെത്തി ജയിക്കാൻ നിൽക്കുന്നുണ്ട്. കിട്ടി ഗൈസ്, കിട്ടി. 6ാം ഗിയറിലിട്ടിട്ട് വിറക്ക്. 6th ഗിയറിലിട്ടിട്ട് മോനെ കിട്ടി ഗൈസ്. അപ്പം നമുക്ക് ഇനി എത്ര രൂപ ഉണ്ട് നോക്കാം. കിട്ടി. ഇനി നമുക്ക് ഒരു റേസും കൂടി നടത്തി വെക്കാം. $9,600 പറഞ്ഞ് 4,800 നമ്മൾ കൊടുക്കാം. അപ്പം നമുക്ക് 1000 പോയേക്കാം. 2,600 ടോട്ടൽ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ റേസിലും കൂടി ഒന്ന് പങ്കെടുത്തേക്കാം. ഈ റേസിന് ഗൈസ് നമുക്കൊന്ന് പോയി നോക്കാം. കിട്ടി ഗൈസ്, നമ്മൾ മുമ്പ് ചാടി. മോനെ ഇതിൽ നമ്മൾ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. നമുക്ക് ബാക്ക് ഒന്ന് പോയേക്കാം. നമുക്ക് മസ്താങ്കിനായിട്ട് ഒരു
റേസ് വെച്ച് നോക്കായിരുന്നു. നമ്മൾ റേസ് വെക്കുന്ന വണ്ടി ലംബോർഗിനിയാണ്. റേസ് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് എടുത്ത് കിട്ടി. മൂന്ന് ഇതുണ്ടാവുള്ളൂ. അപ്പോൾ 3 കളി കളിക്കാൻ വേണ്ടിയിട്ടുള്ള റേസ്. അപ്പോൾ നമുക്ക് ഇനി എത്ര മണിക്കൂർ ചെയ്യണം എന്നാലേ കളിക്കാൻ പറ്റുള്ളൂ. വണ്ടികളൊക്കെ പോയി ഗൈസ്. നമുക്ക് ഇറങ്ങിയിട്ട് പോയി റിപ്പയർ ഷോപ്പ് കൊടുക്കണം. നേരത്തെ മസ്താങ്ങുമ്പോൾ തട്ടിയതല്ലേ, അപ്പോൾ റിപ്പയർ ഷോപ്പിലൊന്ന് കൊടുക്കണം. ഇനി ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഷോപ്പൊക്കെ പോകും. നമ്മളെ EV ടെസ്ല അവിടെ കിടക്കുന്നുണ്ട്. ടെസ്ല കയറിയിട്ട് നമുക്ക് നേരെ ഡീലർഷിപ്പ് പോയിട്ട് ഇത് നമുക്ക് സെയിലാക്കാം. ഇത് നമുക്ക് ഇനി റേസിങ്ങിന് വേണ്ടി എടുത്ത വണ്ടിയെന്ന് വെച്ചാൽ സെയിലാക്കാം പറ്റണില്ല. സ്പീഡില്ല. പിന്നെ EV ആയതുകൊണ്ട് കളിക്കാൻ പറ്റില്ല. സ്പീഡുണ്ട്, പക്ഷേ EV ആയതുകൊണ്ട് ഇത് റേസിങ്ങിനൊക്കെ പറ്റില്ല. നമുക്കത് സെയിലാക്കിയാണ്. ഷോപ്പ് ക്ലോസ് ആണ്. നമ്മൾ ഓപ്പൺ ചെയ്യാം. ഷോപ്പ് ഓപ്പൺ ആക്കിയാണ്. പൊട്ടോൺ സെയിൽ എടുക്കാം. ഒരാൾ വന്നിരിക്കണം. നമുക്ക് നോക്കാം എത്ര രൂപ തരും. 41,000-ത്തിനാണ് വണ്ടി വാങ്ങി. 44,000 മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. 46,000 കിട്ടുന്നുണ്ട്. നമ്മൾ 52,000 ഡിമാൻഡ് കൊടുത്ത് 46,000 വെച്ച് നല്ല പൈസ. നമുക്ക് ഇനി ഈ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യാൻ കൊടുക്കാം. അതിനുശേഷം ഇത് ചെയ്ത ടാസ്കിൻ്റെ ഇത് പൈസ കിട്ടി. നമുക്ക് ഈ വണ്ടി റിപ്പയർ ചെയ്യാൻ കൊടുക്കാം. നല്ല പൈസ ഈ വണ്ടി റിപ്പയർ ചെയ്യണമെങ്കിൽ. നമുക്ക് റിപ്പയർ ചെയ്ത ഷോപ്പിൽ കൊടുക്കാം. 4,000 രൂപ പറഞ്ഞ് 4,000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി റെഡിയാക്കുന്നുണ്ട്. നമ്മൾ റേസിങ്ങിന് മാത്രം ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഡീലർഷിപ്പ് പോയിട്ട് കാർ റിപ്പയറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതായിട്ട് നേരെ ഡീലർഷിപ്പ് പോവാം. ഡീലർഷിപ്പ് നേരെ പോവാം. ഡീലർഷിപ്പിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇത് നമ്മൾ പാർക്ക് ചെയ്തതിന് ശേഷം പുട്ടോൺ സെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി റെഡിയായി പാർക്ക് ചെയ്തിട്ടു. അതുകൊണ്ട് ജസ്റ്റ് പുട്ടോൺ സെയിൽ കൊടുത്തിട്ട് പിന്നെ റിമൂവ് ചെയ്യാം. പിന്നെ മാപ്പ് എടുത്ത് നോക്കിയിട്ട് നമുക്ക് ബ്രാൻഡഡ് കാർ ഷോറൂമിൻ്റെ കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ട്. അവിടെ നല്ല നല്ല ഐറ്റം കാർസൊക്കെ ഉണ്ട്. നമുക്ക് അതൊന്ന് പോയി വെക്കാം. സ്പിൻ ചെയ്യാണ്ടതിന് ഒരു ചാൻസ്. നമുക്ക് അത് എത്ര മണിക്കൂർ നമ്മൾ സ്പിൻ ചെയ്യാനുള്ളത്. നമുക്ക് 350 കിട്ടി ഗൈസ്. 350 കിട്ടി. നമ്മൾ ട്രാവൽ ചെയ്യാം. നേരെ ബ്രാൻഡഡ് കാർ മാർക്കറ്റിൽ പോകാം. ബ്രാൻഡഡ് കാർ മാർക്കറ്റിൽ എത്തിക്കുന്നു. അപ്പം നേരെ നമുക്ക് റേറ്റ് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. റോൾസ് റോയ്സ് എടുത്തിരുന്നു, പക്ഷെ അത് എനിക്കൊരു ഇത് ചെയ്യാതെ ഞാൻ കൊടുത്തു. റോൾസ് റോയ്സ് എന്താ ചെറിയ വില ഉള്ളു. 2,70,000 അങ്ങനെ എന്താ ഉള്ളു. മൊത്തമായിട്ട് 2,70,000 ഉള്ളു. 3 കാർസ്. പിന്നെ
ഇവിടെ 3 വണ്ടിയുണ്ട്. ഓഡി, ബെൻസ്, BM. അപ്പോൾ ഇതിനെത്ര 1,97,000 അങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ